السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുർറാഹിമായ അള്ളാഹു അവന്റെ പുണ്യസ്ഥലങ്ങളുടെയും അവന്റെ ആദരണീയരായ അമ്പിയ ഔലിയാക്കളുടെയും ബഹുമതി കൊണ്ട് സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ജൂതന്മാരുടെ ചീത്ത സ്വഭാവങ്ങളാണ് പറഞ്ഞു വന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞത് നല്ല കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർ ഉത്തരത്തിൽ മുട്ടുമ്പോൾ അവർ പറയാ, ഞങ്ങളുടെ ഹൃദയം അതിന് മൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ നീ പറയുന്നതൊന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം മുട്ടുന്ന സമയത്ത് അവർ രക്ഷപ്പെടാറുള്ളത്. എന്നാൽ ഇങ്ങനെ കഴിവ് പറഞ്ഞിട്ട് ഒഴിവാകേണ്ടവരല്ല അവർ. അതിന് കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به وَلَعْنَةُ اللَّهِ عَلَى الْكَافِرِينَ. وَلَمَّا جَاءَهُمْ അവർക്ക് വന്നെത്തിയപ്പോൾ, കിതാബും മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കിതാബ് പരിശുദ്ധമായ ഖുർആൻ ഇവർക്ക് വന്നെത്തിയപ്പോൾ, ആ കിതാബിന്റെ സ്വഭാവമോ മുസദ്ദിഖുൽ ലിമാ മഅഹും അവരോടുകൂടെയുള്ള തൗറാത്തിനെ അത് ശരിവെക്കുന്നു, ഇഞ്ചീലിനെയും അത് ശരിവെക്കുന്നു. വകാനു മാത്രമല്ല അവർ ആയിരുന്നു മിൻ ഖബ്ലു ഈ കിതാബ് വരുന്നതിന്റെ മുമ്പ്, ഈ റസൂലുള്ള വരുന്നതിന്റെ മുമ്പ് അവരായിരുന്നു യസ്തഫ്തിഹൂന അവർ വിജയം തേടുന്നവരായിരുന്നു അലല്ലദീന കഫറു അവിശ്വാസികൾക്കെതിരിൽ. ആഖിർ സമാനിൽ അയക്കപ്പെടുന്ന നബിയുടെ ബഹുമതി കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ എന്ന് ഫതഹിനെ തേടിയിരുന്നു, നസ്ർ സഹായത്തെ തേടിയിരുന്നു. ഫലമ്മാ ജാഅഹും മാ അറഫു അങ്ങനെ വരുമെന്ന് അവർ മനസ്സിലാക്കിയ ഖുർആനും ആ റസൂലിലൊക്കെ വന്നപ്പോൾ കഫറു ബിഹി അവർ അതുകൊണ്ട് അവിശ്വസിക്കുകയാണ് ചെയ്തത്. എത്ര വലിയ നെറികേടാണ് ചെയ്തത്. അവരുടെ കിതാബ് ഇതിനെ ശരിവെക്കുന്നു, ആ കിതാബിനെ ഇതും ശരിവെക്കുന്നു. അവരാണെങ്കിലോ ഇതിനെക്കുറിച്ച് നേരത്തെ ധാരണയുള്ളവരാണ്, അറിവുള്ളവരാണ്, ഇതിനെ ആദരിച്ചിരുന്നവരും ഇതുകൊണ്ട് അവർ വിജയം തേടിയിരുന്നവരുമാണ്. അങ്ങനെ കാത്തിരുന്ന ഈ ഗ്രന്ഥം അവർക്ക് വന്നാൽ, ഈ റസൂലുള്ള അവർക്ക് വന്നാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അത് ചെയ്തില്ലെന്ന് മാത്രമല്ല കഫറു ബിഹി അതുകൊണ്ട് അവർ നിഷേധികളായി മാറി. ഫലഅനത്തുല്ലാഹി അനന്തരം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ആട്ടപ്പെടൽ, അവന്റെ ശാപം അലൽ കാഫിരീന ഈ അവിശ്വാസികളായ വിഭാഗത്തിന്റെ മേലുണ്ട്. ഇവർ ചെയ്യുന്നത് തീർത്തും കുഫർ, അവിശ്വാസം. അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമാണുള്ളത്, ഒരിക്കലും അവന്റെ കാരുണ്യമുണ്ടാവുകയില്ല. ഇങ്ങനെ അറ്റമില്ലാത്ത തെളിവുകൾ കണ്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവർക്ക് അവിശ്വസിക്കാൻ നിർവാഹമില്ല. വിശ്വസിക്കാനേ അവർക്ക് കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب لا غضب وللكافرين عذاب مهين. ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും അവരുടെ ശരീരങ്ങളെ ഏതിന് പകരത്തിലാണോ അവർ സ്വീകരിച്ചത് അത് വളരെ മോശപ്പെട്ടതാകുന്നു. അവരുടെ ശരീരത്തെ ഒഴിവാക്കി എന്നിട്ട് അവർ സ്വീകരിച്ച ഒന്നുണ്ട്, അതേതാണെന്നറിയോ? കുഫറാകുന്നു. അപ്പൊ കുഫർ വളരെ മോശമാകുന്നു. ബിഇസ മശ്തറൗ ബിഹി ഏതൊന്നിന് പകരത്തിലാണോ അവർ സ്വീകരിച്ചത്, അൻഫുസഹും അവരുടെ നഫ്സുകൾക്ക് പകരത്തിൽ ഏതൊന്നിനെയാണോ അവർ പകരമാക്കിയത് അത് വളരെ മോശപ്പെട്ടതാകുന്നു. അഥവാ ഐ യക്ഫുറു അവർ അവിശ്വസിക്കലാകുന്നു ബിമാ അൻസലല്ലാഹു അല്ലാഹു തആല ഇറക്കിയത് കൊണ്ട്. അപ്പൊ അവരുടെ നഫ്സിനെ അവർ ഒഴിവാക്കിയിട്ട് അവർ സ്വീകരിച്ചത്
അള്ളാഹു ഇറക്കിയത് കൊണ്ടുള്ള അവിശ്വാസമാകുന്നു. ഇത് വളരെ മോശപ്പെട്ടുണ്ട്. ഇതിനേക്കാൾ മോശപ്പെട്ട മറ്റൊന്നില്ല. ബഗയൻ അതിന്റെ കാരണം അസൂയയാകുന്നു, കടുത്ത അസൂയ. എന്താ അസൂയ? അൻ യുനസ്സിൽ അള്ളാഹു താല ഇറക്കുന്നതിനെ സംബന്ധിച്ച് മിൻ ഫളിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന് അലാമയ്യൻ ഉദ്ദേശിച്ചവരുടെ മേൽ മിൻ നിബാദിഹി അവന്റെ അടിമകളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നതിനോട് ഇവർക്കുള്ള അസൂയയാണ് ഈ അവിശ്വാസത്തിന്, ഈ നിഷേധത്തിന് കാരണമായത്. എന്നിട്ട് അവർ സ്വീകരിച്ച ഈ അവിശ്വാസമുണ്ടല്ലോ, അത് ഏറ്റവും വെടക്കാവുന്നു. ഫബാഉ അങ്ങനെ അവർ മടങ്ങി, ബിഗളബിൻ അള്ളാഹുവിൽ നിന്നുള്ള കോപത്തോടുകൂടെ, അലാ ഗളബിൻ മറ്റൊരു കോപത്തിന്റെ മേൽ. നിരന്തരം അവര് അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായി തീരുന്നു. നേരത്തെ പല വിധത്തിലുള്ള കോപത്തിനും അവർ അർഹരായിട്ടുണ്ട്. പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു, പലതും ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പുറമെ വീണ്ടും അവര് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഗളബിന്, ദേഷ്യത്തിന് കാരണമായി തീരുന്നു. പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു, അതിന്റെ പുറമെ മുഹമ്മദ് റസൂലുള്ളാഹി വന്നപ്പോൾ റസൂലുള്ളാഹിയെ കൊണ്ട് നിഷേധിച്ചു. ഇതൊക്കെ ഗളബുൻ അലാ ഗളബാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ദേഷ്യത്തിന്റെ പുറമെ പിന്നെയും ദേഷ്യം കിട്ടാൻ കാരണമാണ്. വലിൽ കാഫിരീന കാഫിറുകൾ കൊണ്ട് അദാബും മുഹീനുൻ വളരെ നിന്ദ്യമായ, നിസ്സാരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ഇവർ ഇവിടെ ഇങ്ങനെ നിഷേധിച്ചിട്ട് ചിലപ്പോൾ ഇവിടുത്തെ ഉന്നതരായിട്ട് നടന്നു വരും. പക്ഷെ ഇതിന് പകരത്തിൽ അവർക്ക് കിട്ടാനുള്ള ശിക്ഷയുണ്ടല്ലോ, വളരെ നിന്ദ്യമായതാകുന്നു. അത് നരകത്തിലുള്ള ശാശ്വതമായ ജീവിതമാകുന്നു. അല്ലാഹുമ്മ നജ്ജിനാ മിൻഹാ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ അറ്റമില്ലാത്ത തെളിവുകൾ കണ്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവർക്ക് അവിശ്വസിക്കാൻ നിർവാഹമില്ല. വിശ്വസിക്കാനേ അവർക്ക് കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും അവരുടെ ശരീരങ്ങളെ ഏതിന് പകരത്തിലാണോ അവർ സ്വീകരിച്ചത്, അത് വളരെ മോശപ്പെട്ടതാകുന്നു. അവരുടെ ശരീരത്തെ ഒഴിവാക്കി, എന്നിട്ട് അവർ സ്വീകരിച്ച ഒന്നുണ്ട്. അതേതാണെന്നറിയോ? കുഫറാകുന്നു. അപ്പൊ കുഫർ വളരെ മോശമാകുന്നു. ബിഇസ മശ്തറൗ ബിഹി, ഏതൊന്നിന് പകരത്തിലാണോ അവർ സ്വീകരിച്ചത്, അൻഫുസഹും അവരുടെ നെഫ്സുകൾക്ക് പകരത്തിൽ ഏതൊന്നിനെയാണോ അവർ പകരമാക്കിയത്, അത് വളരെ മോശപ്പെട്ടതാകുന്നു. അഥവാ ഐ യക്ഫുറു അവർ അവിശ്വസിക്കലാകുന്നു ബിമാ അൻസലല്ലാഹു അല്ലാഹു തആല ഇറക്കിയത് കൊണ്ട്. അപ്പൊ അവരുടെ നെഫ്സിനെ അവർ ഒഴിവാക്കിയിട്ട് അവർ സ്വീകരിച്ചത് അള്ളാഹു ഇറക്കിയത് കൊണ്ടുള്ള അവിശ്വാസമാകുന്നു. ഇത് വളരെ മോശപ്പെട്ടുണ്ട്. ഇതിനേക്കാൾ മോശപ്പെട്ട മറ്റൊന്നില്ല. ബഗയൻ അതിന്റെ കാരണം അസൂയയാകുന്നു, കടുത്ത അസൂയ. എന്താ അസൂയ? അൻ യുനസ്സിൽ അള്ളാഹു താല ഇറക്കുന്നതിനെ സംബന്ധിച്ച് മിൻ ഫളിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന് അലാമയ്യൻ ഉദ്ദേശിച്ചവരുടെ മേൽ മിൻ നിബാദിഹി അവന്റെ അടിമകളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നതിനോട് ഇവർക്കുള്ള അസൂയയാണ് ഈ അവിശ്വാസത്തിന്, ഈ നിഷേധത്തിന് കാരണമായത്. എന്നിട്ട് അവർ സ്വീകരിച്ച ഈ അവിശ്വാസമുണ്ടല്ലോ, അത് ഏറ്റവും വെടക്കാവുന്നു. ഫബാഉ അങ്ങനെ അവർ മടങ്ങി, ബിഗളബിൻ അള്ളാഹുവിൽ നിന്നുള്ള കോപത്തോടുകൂടെ, അലാ ഗളബിൻ മറ്റൊരു കോപത്തിന്റെ മേൽ. നിരന്തരം അവര് അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായി തീരുന്നു. നേരത്തെ പല വിധത്തിലുള്ള കോപത്തിനും അവർ അർഹരായിട്ടുണ്ട്. പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു, പലതും ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പുറമെ വീണ്ടും അവര് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഗളബിന്, ദേഷ്യത്തിന് കാരണമായി തീരുന്നു. പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു, അതിന്റെ പുറമെ മുഹമ്മദ് റസൂലുള്ളാഹി വന്നപ്പോൾ റസൂലുള്ളാഹിയെ കൊണ്ട് നിഷേധിച്ചു. ഇതൊക്കെ ഗളബുൻ അലാ ഗളബാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ദേഷ്യത്തിന്റെ പുറമെ പിന്നെയും ദേഷ്യം കിട്ടാൻ കാരണമാണ്. വലിൽ കാഫിരീന കാഫിറുകൾ കൊണ്ട് അദാബും മുഹീനുൻ വളരെ നിന്ദ്യമായ, നിസ്സാരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ഇവർ ഇവിടെ ഇങ്ങനെ
നിഷേധിച്ചിട്ട് ചിലപ്പോൾ ഇവിടുത്തെ ഉന്നതരായിട്ട് നടന്നു വരും. പക്ഷേ ഇതിന് പകരത്തിൽ അവർക്ക് കിട്ടാനുള്ള ശിക്ഷയുണ്ടല്ലോ, വളരെ നിന്ദ്യമായതാകുന്നു. അത് നരകത്തിലുള്ള ശാശ്വതമായ ജീവിതമാകുന്നു. അല്ലാഹുമ്മ നജ്ജിന മിൻഹ യാ റബ്ബൽ ആലമീൻ. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ, ബിമാ അൻസലല്ലാഹു അല്ലാഹു തആല ഇറക്കിയ ഖുർആൻ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ. ഈ ഖുർആന് അല്ലാഹു ഇറക്കിയതാണ് എന്നതിന് തെളിവ് നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ കിതാബ് ഇതിനെ ശരിവെക്കുന്നുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഖുർആൻ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിമാ ഉൻസില അലൈന ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടത് കൊണ്ട്. അതേതാണ്? തൗറാത്ത്. ഞങ്ങൾ തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്നു. വയക്ഫുറൂന അവർ അവിശ്വസിക്കുന്നു, ബിമാ വറാഹു ഇതിന്റെ അപ്പുറമുള്ളതെല്ലാം അവര് അവിശ്വസിക്കുന്നു. തൗറാത്ത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ, അതല്ലാത്തതൊക്കെ അവർ അവിശ്വസിക്കുന്നു എന്ന് അവർ പറയുന്നത്. എന്നാൽ വഹുവൽ ഹഖു ഈ ഖുർആനാണെങ്കിലോ അത് ഹക്കാകുന്നു. അത് ഹക്കാണ്. എന്താ ഹക്കാണെന്ന് പറയാൻ കാരണം? അതിലുള്ളതും ഇതിലുള്ളതും ഒന്ന് തന്നെയാണ്. മുസദ്ദിഖൻ ലിമാ മഅഹും അവരോട് കൂടെയുള്ളതിനെ വാസ്തവമാക്കുന്നതായ സ്ഥിതിയിലുള്ള ഹക്കാകുന്നു, ഇത് യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെയുള്ള ഈ ഖുർആനിനെ അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന പണി എങ്ങനെയാണത്? തൗറാത്തിനെ വിശ്വസിക്കുന്നവരെങ്ങനെ ഇതിനെ അവിശ്വസിക്കല്? കാരണം തൗറാത്തിന്റെ വരികളിലുള്ളതാണ് ഇതുകൊണ്ട് വിശ്വസിക്കണമെന്ന്. ഇനി ഞാൻ തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ ഖുർആനിനെ വിശ്വസിക്കാതിരിക്കുക? മറ്റൊരു കാര്യം, നബിയെ തങ്ങൾ ചോദിക്കൂ, ഫലിമ തഖ്തുലൂന നിങ്ങൾ തൗറാത്തിന്റെ ഇത്ര വലിയ വിശ്വാസികളാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൊന്നത്? അംബിയ അല്ലാഹി അള്ളാഹുവിന്റെ അംബിയാക്കളെ മിൻ ഖബലു ഇതിന്റെ മുമ്പ് സക്കരിയ നബിയെയും യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെയും വധിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തൗറാത്ത് മുറുകെ പിടിക്കുന്നവരാണെന്ന്. മുറുകെ പിടിച്ചാൽ അംബിയാക്കളെ കൊല്ലലാണോ ചെയ്യാനുള്ളത്? നിങ്ങളുടെ പിതാക്കൾ ചെയ്ത ഈ തെറ്റിനൊക്കെ കൂട്ടുനിൽക്കുകയും അതിന് അംഗീകാരം നൽകുന്നവരുമാകുന്നു. അതുകൊണ്ട് നിങ്ങളും ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഫലിമ തഖ്തുലൂന നിങ്ങൾ എന്തിന് കൊന്നു അംബിയാ അല്ലാഹി അള്ളാഹുവിന്റെ അംബിയാക്കളെ മീൻ ഖബലു ഇതിന്റെ മുമ്പ് ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ മുഅ്മിനീന വിശ്വസിച്ചവരാണെങ്കിൽ, നിങ്ങൾ തൗറാത്ത് കൊണ്ടാവട്ടെ അതുകൊണ്ട് വിശ്വസിച്ചവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അംബിയാക്കളെ കൊല്ലലടക്കമുള്ള തെറ്റുകൾ ചെയ്യുന്നത്? അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പരിശുദ്ധമായ കിതാബ് ഖുർആൻ വന്നപ്പോൾ, റസൂലുള്ള അവർക്ക് ദൗത്യവുമായിട്ട് വന്നപ്പോൾ ഇവർ ഒരു നിലക്കും പിന്തിരിയാൻ പാടില്ലായിരുന്നു. കാരണം അവരുടെ കിതാബിലുള്ള കാര്യങ്ങളും മുഴുവൻ ശരിവെക്കുന്നതാണ് ഇത്. അവരുടെ റസൂലിനെ അംഗീകരിക്കുന്നതാണ് ഈ റസൂല്. അങ്ങനെയെങ്കിൽ എങ്ങനെ അവർക്ക് ഇതിനെ നിഷേധിക്കാൻ കഴിയും? ഇതിനെ നിഷേധിച്ചാൽ, ഇതിനെ തള്ളിക്കളഞ്ഞാൽ അവരുടെ കൈവശമുള്ള ഗ്രന്ഥത്തെ അല്ലേ അവർ തള്ളിക്കളയുന്നത്. അപ്പൊ അവർക്ക് അതിനെ തള്ളിക്കളയാൻ ഒരു നിലക്കും നിർവാഹമില്ല. മറ്റൊരു കാര്യം, ഇവർക്ക് ഗത്ഫാൻ എന്നൊരു വംശജരുമായിട്ട് ശത്രുതയുണ്ടായിരുന്നു. ഖൈബറിലെ ജൂതന്മാർക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് പരാജയം സംഭവിക്കും. ആ സമയത്ത് ഇവർ ചെയ്യല്, ഇന്നാ നസ്അലുക ബിഹഖിൻ നബിയിൽ ഉമ്മിയില്ലദീ വഅതന അൻ തുഖ്രിജഹു ലനാ ഫി ആഖിരി സമാനി ഇല്ലാ തൻസുറന അലൈഹിം. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ നീ പ്രത്യക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ഉമ്മിയായ നബിയുണ്ടല്ലോ, ആ നബിയുടെ ഹക്ക് കൊണ്ട്, ബിഹഖിൻ നബി നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങളെ സഹായിച്ചേ തീരൂ. അങ്ങനെ അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ ദുആ നടത്തിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങും. ഫഹസമു ഗത്ഫാന അങ്ങനെ ഗത്ഫാൻ വംശജരെ അവർ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇത് പതിവായിരുന്നു. ഇങ്ങനെയുള്ള ഇവർക്ക് ഈ പറയപ്പെട്ട ഈ കാത്തിരുന്ന റസൂലുള്ള വെളിവായാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ വിശ്വസിക്കാൻ വേണ്ടത്, വിശ്വാസത്തിന്റെ മുന്നിൽ ഉണ്ടാകേണ്ടത് അവരാണ്. പക്ഷെ അവർ ചെയ്തത്
തീർത്തും കുഫർ തള്ളിക്കളയലായിരുന്നു. ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ ഇവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ലാനത്ത് കിട്ടാതിരിക്കുമോ? അവർ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ശാപത്തിന്റെ അഹലുകാരായിട്ട് മാറുകയാണ് ചെയ്തത്. وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ജൂതന്മാരോടാണ്. എന്നാൽ ഇതുവരെ പറഞ്ഞിരുന്ന തെറ്റുകളിൽ പലതും ചെയ്തത് മുൻഗാമികളായ ജൂതന്മാരാണ്. അവർ ചെയ്ത തെറ്റെങ്ങനെ ഇവരോട് ചോദ്യം ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കാരണം ആ പിതാക്കളെ ഇവർ അതിരറ്റ് ആദരിക്കുകയും അവർ ചെയ്യുന്ന തെറ്റുകളിലൊക്കെ ഇവർ അവരെ പിന്തുണക്കുകയും ചെയ്യുന്നു. ആദർശപരമായിട്ടും അവർ ഒന്നു തന്നെയാണ്, അവരുടെ പിതാക്കളോട് കൂടെ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരും ആ ആക്ഷേപത്തിന് അർഹരാണ്. ഇനി പറയട്ടെ, വലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നു മൂസാ നബി അലൈഹി സ്വലാം വന്നു, ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായിട്ട് വന്നു. വിശ്വസിക്കാൻ ഒരുപാട് തെളിവുകൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രകാശിക്കുന്ന കരം, അതുപോലെ തന്നെ മൂസാ നബിയെ അവർ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അതിശക്തമായ ക്ഷാമം അനുഭവപ്പെട്ടു. وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. വലഖദ് ജാഅക്കും, അള്ളാഹുവെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയട്ടെ, നിങ്ങൾക്ക് വന്നിരിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാം ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായിട്ട് വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് അവരിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന തെളിവുകളുമായിട്ടാണ്. ഇത് പറയുന്നത് റസൂലുള്ളാഹി ഖുർആൻ ഓതിയിട്ടാണ് പറയണം. അപ്പൊ അവരുടെ കാലത്ത്, അവരുടെ പിതാക്കളുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ അവർക്ക് എല്ലാ നിലക്കും ഇതുകൊണ്ട് സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന തെളിവുകൾ? ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി, അത്ഭുതകരമായ വടിയെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രകാശിക്കുന്ന കൂരിരുട്ടിൽ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കുന്ന കരം. മറ്റൊന്ന്, മൂസാ നബിയെ ഇവർ ഒരു നിലക്കും വിശ്വസിക്കുന്നില്ല. അവിശ്വസിച്ച സമയത്ത് അവർക്ക് അള്ളാഹു ഇറക്കിയ അതിശക്തമായ ക്ഷാമം, ഭക്ഷ്യക്ഷാമം, സിനൂൻ എന്ന് പറയും. മറ്റൊന്ന്, അവരുടെ വെള്ളവും ജലാശയവും കുടിനീരും എല്ലാം രക്തമായിട്ട് മാറിയ ഒരു സന്ദർഭമുണ്ട്, അനുസരണമില്ലാത്ത അവരെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെള്ളപ്പൊക്കം കൊണ്ട് അവരെ പരീക്ഷിച്ചു, തൂഫാന് കൊണ്ട്. അവരുടെ കൃഷിയിടങ്ങളിൽ മുഴുവൻ വെട്ടുകിളി ശല്യം അതിശക്തമായ നിലക്കുണ്ടായി. അവരിൽ പേനിന്റെ ശല്യം, പെരുത്തു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി. മറ്റൊന്ന്, അവരിൽ തവളയുടെ ശല്യമുണ്ടായി. നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും തവളകൾ. ഒരുത്തൻ കിടന്നാൽ അവനെ മൂടുന്ന രൂപത്തിൽ തവള, ഇരുന്നാലോ അവനെ മൂടുന്ന രൂപത്തിൽ, നിന്നാൽ അവന്റെ തല മൂടുന്ന രൂപത്തിൽ ഇങ്ങനെ തവള. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. ഇതിന്റെയൊക്കെ പുറമെ ഫലക്കുൽ ബഹർ, സമുദ്രം പിളർത്തിയല്ലോ, ഫിർഔനെ നശിപ്പിച്ച സംഭവം. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന തെളിവുകൾ കുറച്ചൊന്നുമല്ല. ഒരുപാട് തെളിവുകളുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു. തുമ്മത്തഹൽത്തും, പിന്നെ നിങ്ങൾ അൽ ഇജ്ല, പശുക്കുട്ടിയെ ഇബാദത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു, പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു. തുമ്മത്തഹൽത്തും, പിന്നെ നിങ്ങൾ ആരാധ്യ വസ്തുവാക്കിയ അൽ ഇജ്ല, പശുക്കുട്ടിയെ മിൻ ബഅദിഹി, ഇതിന് ശേഷം, മൂസാ നബിയുടെ വരവിന് ശേഷം നിങ്ങൾ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. വാന്തും, നിങ്ങൾ ലാലിമൂന, അക്രമികളാകുന്നു, നിങ്ങൾ ക്രമരഹിതമായിട്ട് പ്രവർത്തിച്ചവരാകുന്നു. ഒരു നിലക്കും നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാം വരികയും ഈ പറയപ്പെട്ട തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് വിശ്വസിക്കാൻ ആവശ്യമായ എല്ലാ വിശദീകരണങ്ങളും വിവരണങ്ങളും നൽകുകയും ചെയ്തിട്ട് മൂസാ നബിയെ വിശ്വസിക്കാതെ അവിശ്വസിച്ച നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങൾ ചെയ്തത് വാന്തും ലാലിമൂന, അക്രമമാണ് ചെയ്തത്. وَإِذَا أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ.
ഇത് അഖദ്ന മീസാഖക്കും, നിങ്ങളോടുള്ള ഉടമ്പടിയെ ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പിടിച്ചതായ സന്ദർഭത്തെ നിങ്ങൾ സ്മരിച്ചു കൊള്ളണം. വറഫൈന ഫൗക്കക്കും, അതിൻ്റെ ആവശ്യമായിട്ട് നിങ്ങളുടെ മേലെ ഞാൻ ഉയർത്തിയ തൂരിസീന പർവ്വതത്തെ ഉയർത്തി. നിങ്ങൾ ഇത് അനുസരിക്കുന്നില്ല, ഈ കരാറ് പിടിക്കുന്നില്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പർവ്വതം നിങ്ങളുടെ തലക്ക് മുകളിലിട്ട് നിങ്ങളെ നശിപ്പിക്കും അള്ളാഹു പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആണ് അവർ സ്വീകരിച്ചത്. ഖുദൂ, നിങ്ങൾ സ്വീകരിക്കൂ, നിങ്ങൾ മുറുകെ പിടിക്കൂ, ആതൈനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിനെ, ബിഖുവ്വത്തിൻ, വളരെ ശക്തിയോടുകൂടെ, ഒരിക്കലും ഈ കൽപ്പനയിൽ നിന്ന് പിന്തിരിയാതെ ഇതിനെ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ പറഞ്ഞു. വസ്മഉ, നിങ്ങൾ അനുസരണമുള്ളവനാവണം അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ അനുസരണമുള്ളവരാവണം. ഇതൊക്കെ പറയുമ്പോൾ അവരവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കാപട്യമുണ്ട്. അതാണ് ഖാലു, അവർ പറഞ്ഞു, സമിഅന വഅസൈന, ഒക്കെ ഞങ്ങൾ കേട്ടു, പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ വഅസൈന, ആ കൽപ്പനക്ക് വഴിപ്പെടാൻ തയ്യാറില്ല, അതിന് വിരുദ്ധമായിട്ട് നീങ്ങാനാണ് അവരുടെ മനസ്സിൽ അവർ അങ്ങനെയാ പറഞ്ഞത്. അതിന് കാരണം എന്താന്ന് അറിയോ? ഉശ്രിബൂ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടിരുന്നു അൽ-ഇജ്ല, പശുക്കുട്ടിയെ, ബികുഫ്രിഹിം, അവരുടെ കുഫർ കാരണം കൊണ്ട്. പശുക്കുട്ടിയോട് എന്തെന്നില്ലാത്ത പ്രേമം, അതിശക്തമായ നിലക്ക് അതിശക്തമായ നിലക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനുള്ള അത്യാർത്തി എത്രമാത്രമാണോ അതിനേക്കാൾ കൂടുതലാണ്. ആ പ്രയോഗമാണ് ഉശ്രിബൂ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലേക്ക് കുടിപ്പിക്കപ്പെട്ടിരുന്നു അൽ-ഇജ്ല, പശുക്കുട്ടിയെ, ബികുഫ്രിഹിം, അവരുടെ കുഫർ കാരണം കൊണ്ട്. അവരുടെ ഹൃദയം ആ പശുക്കുട്ടിയാണ്ട് കുടിക്കുന്നത് പോലെ, വലിച്ചു കുടിക്കുന്നത് പോലെ. വല്ലാത്തൊരു പ്രയോഗമാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ബീസമായി യഅ്മുറുക്കും ബിഹി ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് ഇപ്പോൾ എന്തുകൊണ്ടാണോ കൽപ്പിക്കുന്നത് വളരെ ചീത്ത. ഇതൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസം, ഈ വിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങൾ, പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നതും, അതുപോലെ സമീന വ അസൈന, കേട്ടു തള്ളിക്കളയുന്നു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഏതൊന്നുകൊണ്ടാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് വളരെ പോക്കാകുന്നു, വളരെ ചീത്തയാകുന്നു. ഈ കുന്തും മോമിനീന, കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതുണ്ട്. ഇൻകുന്തും മോമിനീന, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് തീർത്തും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്.